ഹലോ ഗായ്സ്, വെൽക്കം ടു കേതൻസ് വേൾഡ്. നാളെ സാറ്റർഡേ ആണല്ലോ, അപ്പോൾ അടിപൊളിയായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഫ്രൈഡേ കേതെന്താ ഒരു പേപ്പറുമായിട്ട് വന്നിരിക്കുന്നത്. തുറന്ന് നോക്കിയപ്പോഴേക്ക് അതൊക്കെ ഇതെൻ്റെ പേരൻസ് മീറ്റിംഗ് ആണ് നാളെ. അപ്പം ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. അങ്ങനെ 8:30 മുമ്പേ ഞാൻ എഴുന്നേറ്റ് കേതിനുള്ള ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം കേതിനെ വിളിച്ചുണർത്തുന്ന ഒരു ചടങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ആൾക്കങ്ങനെ വലിയ മടിയൊന്നുമില്ല രാവിലെ എഴുന്നേക്കാൻ, പക്ഷെ ആളെ ഹാപ്പി ആയിട്ട് എഴുന്നേൽപ്പിക്കണം. അതുകൊണ്ട് തന്നെ ആൾ ഉറങ്ങുന്നതിന് മുമ്പേ എന്നോട് പറയാറുണ്ട്, അമ്മ എന്നെ വിളിക്കണേ, സണ്ണ് വന്നു കഴിയുമ്പോൾ എന്നെ വിളിക്കണേന്ന്. അങ്ങനെ കേതിനെ ഞാൻ അങ്ങനെ ഒരു ട്രിക്കൊക്കെ ഇട്ട് ഉണർത്തിയിരിക്കുകയാണ് കേട്ടോ. ഉണർത്തി കേതിനെ പോയി കുളിപ്പിച്ച് കൊണ്ടുവന്ന് കേതിൻ്റെ മുടിയെല്ലാം ചീവിക്കൂട്ടി നല്ല ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് കേതെന്താ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ സ്കൂളിലേക്ക് പോകാൻ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള സ്കൂളായതുകൊണ്ട് നമ്മൾ 2 വീലറിലാണ് കേട്ടോ പോകുന്നത്. ഞാനും കേതിൻ്റെ സ്കൂളിലെത്തി. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ചെയറിൽ ഇരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും വലിയ ചാലഞ്ച്. വളരെ ചെറിയ ചെയറാണ്, പേരൻസും അതിൽ തന്നെ വേണം കേട്ടോ ഇരിക്കാൻ. എനിക്ക് ഇവിടുത്തെ പേരൻസ് മീറ്റിങ്ങിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ കുട്ടികൾക്കും അവർ ഓരോ സ്ലോട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ആ ഒരു സ്ലോട്ടിൽ ഒരു 5 മിനിറ്റ് സ്ലോട്ടായിരിക്കും. ആ ഒരു സ്ലോട്ടിൽ നമ്മൾ വന്ന് പേരൻസ് മീറ്റിംഗ് വന്ന് നമ്മൾ ടീച്ചറിനെ കണ്ടിട്ട് പോയാൽ മതി. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പേരൻസ് രണ്ടുപേരും അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർക്ക് ടൈം അധികം വേസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാറില്ല. അതുപോലെ തന്നെ എല്ലാ പേരൻസും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ അവർ സാറ്റർഡേ മാത്രമേ ഒരു പേരൻസ് മീറ്റിംഗ് ആണെങ്കിലും എന്ത് പ്രോഗ്രാം ആണെങ്കിലും അവർ മെയിൻലി കണ്ടക്ട് ചെയ്യുന്നതെല്ലാം സാറ്റർഡേയിലും സൺഡേയിലും തന്നെ ആയിരിക്കും കേട്ടോ. നഴ്സറി പഠിക്കുന്ന ഈ കുഞ്ഞിന് എന്ത് പേരൻസ് മീറ്റിംഗ് ആണല്ലേ. ഇവർ പേരൻസ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ എക്സാമിൻ്റെ മാർക്കോ കാര്യങ്ങളോ ഒന്നും അറിയിക്കാനല്ല കേട്ടോ. അവർ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവരുടെ ക്ലാസ്സിൽ ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ ഓരോ ഫൺ ആക്ടിവിറ്റീസ്, അവർ ചെയ്ത ഡ്രോയിങ്സ് കാര്യങ്ങൾ എല്ലാം നമ്മളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു പേരൻസ് മീറ്റിംഗ് അവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ളത്. അതേപോലെ തന്നെ ആ ഒരു സ്കൂളിലൊരു മെയിൻ പ്രത്യേകത ഞാൻ കാണുന്നത്, ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും പല ഡ്രാമാസ് ആണെങ്കിലും അല്ലെങ്കിൽ പല റോൾ പ്ലേയിലും അവരുടെ ഒരു ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ അധികമാണ് കേട്ടോ. കാരണം അവർ ടീച്ചേഴ്സ് തന്നെ ഷോപ്പ് കീപ്പേഴ്സായിട്ടും അല്ലെങ്കിൽ പോലീസായിട്ടും നേഴ്സായിട്ടും ഡോക്ടറായിട്ടും ഒക്കെ അവർ തന്നെ ഡ്രസ്സ് ചെയ്ത്, അല്ലെങ്കിൽ കുട്ടികളെയും ഡ്രസ്സ് ചെയ്ത്, അങ്ങനെയാണ് അവർ ഓരോരോ ആക്ടിവിറ്റീസും ചെയ്യിക്കാറുള്ളത്. ഒരു സ്കൂളിൽ പോയാൽ, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയാൽ, ഒരു ഹോസ്പിറ്റലിൽ പോയാൽ എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടതെന്ന് അവർ റിയൽ ആയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് കേതൻ്റെ ക്ലാസ് ടീച്ചർ. എന്നും കേതൻ്റെ കയ്യിലൊരു സ്റ്റാർ വരച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റാർ കിട്ടിയില്ലെങ്കിൽ കേതൻ്റെ സമാധാനവുമില്ല. കുളിപ്പിക്കുമ്പോൾ പോലും ഇത് മായ്ച്ച് കളയാൻ സമ്മതിക്കത്തുമില്ല കേട്ടോ. ഇതാണ് കേതൻ്റെ മീനാക്ഷി ആൻറ്റി. കേതൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഈ ഒരു മീനാക്ഷി ആൻറ്റി. അപ്പോൾ കേതൻ്റെ കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.